ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, ശുദ്ധീകരണാത്മാക്കൾക്കായി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവർ എപ്രകാരമാണ് നമ്മളെ സഹായിക്കുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പങ്കുവയ്ക്കുന്നത്. നിങ്ങൾക്ക് അറിവില്ലാത്ത പല കാര്യങ്ങളും ഒരു പക്ഷേ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ടാകാം. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധയോടെ സ്കിപ്പ് ചെയ്യാതെ ഈ ഓഡിയോ മുഴുവനായിട്ട് കേൾക്കണം. നമ്മുടെ പ്രാർത്ഥനയിലൂടെ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് മോചനം ലഭിച്ച് സ്വർഗത്തിലെത്തിച്ചേരുന്ന വിശുദ്ധാത്മാക്കൾ നമുക്കായി പ്രാർത്ഥിച്ച് 1000 മടങ്ങ് അനുഗ്രഹങ്ങൾ ഈശോയിൽ നിന്ന് നമുക്കായി വാങ്ങി നൽകും. അത് എങ്ങനെയാണെന്നല്ലേ? ശുദ്ധീകരിക്കപ്പെട്ട ആത്മാക്കളുടെ വികാരത്തെപ്പറ്റി നാം മനസ്സിലാക്കണം. അവരെ മോചിപ്പിക്കുന്നവരോട് അവർക്കുള്ള നിസ്സീമമായ നന്ദി വിവരിക്കുക അസാധ്യമാണ്. തങ്ങളെ സഹായിക്കുന്നവർക്ക് പ്രതിസമ്മാനം നൽകണമെന്നുള്ള തീവ്രമായ ആഗ്രഹത്തോടെയും തീക്ഷ്ണതയോടെയും സ്ഥിരോത്സാഹത്തോടെയും അവർ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന് അത് കേൾക്കാതിരിക്കാൻ കഴിയുകയില്ല. ബോളോഞ്ഞയിലെ വിശുദ്ധ കാതറിൻ പറയുന്നത്, എനിക്ക് വിശുദ്ധരിൽ നിന്ന് ധാരാളം അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട്, എന്നാൽ അതിലേറെ അനുഗ്രഹങ്ങൾ ശുദ്ധീകരിക്കപ്പെട്ട ആത്മാക്കളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്നാണ്. ശുദ്ധീകരണ സ്ഥലത്തെ വേദനകളിൽ നിന്ന് മോചിതരായി മോക്ഷഭാഗ്യം ആസ്വദിക്കുമ്പോൾ അവർ ഭൂമിയിലുള്ള തങ്ങളുടെ സ്നേഹിതരെ മറക്കാതെ കടപ്പാടോടും അതിരില്ലാത്ത നന്ദിയോടും കൂടെ ഓർക്കും. ദൈവസിംഹാസനത്തിനു മുൻപിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് നമ്മെ സഹായിക്കുവാനായി നിരന്തരം അവർ ദൈവത്തോട് പ്രാർത്ഥിക്കും. ഈ പ്രാർത്ഥനയാൽ അവർ തങ്ങളുടെ സ്നേഹിതരെ അപകടങ്ങളിൽ നിന്നും തിന്മയുടെ ഭീഷണികളിൽ നിന്നും സംരക്ഷിക്കുന്നു. തങ്ങളുടെ ഗുണകാംക്ഷികൾ സ്വർഗത്തിൽ സുരക്ഷിതരായി എത്തിച്ചേരുന്നതുവരെ അവർ ഈ പ്രാർത്ഥന അവസാനിപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല, അവരെ തങ്ങളുടെ ആത്മാർത്ഥ സുഹൃത്തുക്കളായി സ്വീകരിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായില്ലേ? നമ്മൾ ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നമ്മുടെ പ്രാർത്ഥനയിലൂടെ സ്വർഗത്തിലെത്തിച്ചേരുന്ന ആത്മാക്കൾ എന്താണ് ചെയ്യുന്നത്? നമ്മളുടെ മരണശേഷം നമ്മൾ സ്വർഗത്തിൽ സുരക്ഷിതരായി എത്തിച്ചേരുന്നതുവരെ അവർ ഈ പ്രാർത്ഥന അവസാനിപ്പിക്കില്ല എന്നാണ്. നമുക്ക് വേണ്ടി അവരെപ്പോൾ സ്വർഗത്തിൽ എത്തിച്ചേരുന്നോ ആ സമയം മുതൽ അവർ നമുക്കായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അത് കുറച്ചു നാളല്ല, നമ്മൾ സുരക്ഷിതരായി സ്വർഗത്തിലെത്തുന്നതുവരെ അവർ ആ പ്രാർത്ഥന തുടർന്നുകൊണ്ടേയിരിക്കും. ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്കായി പ്രാർത്ഥിക്കുക വഴി എത്ര ശക്തിയുള്ള ഒരു സംരക്ഷകരെയാണ് നമുക്ക് ലഭിക്കുന്നതെന്ന് ഒന്ന് ഓർത്തു നോക്കിയേ. എൻ്റെ ഇടവക പള്ളിയിലെ വികാരിയച്ഛൻ എന്നെ കാണുമ്പോഴൊക്കെ പറയാറുള്ളൊരു കാര്യമുണ്ട്. ഈ ഇടവകയിൽ മരിച്ചവർക്ക് വേണ്ടി ഏറ്റവും അധികം കുർബാന അർപ്പിക്കാൻ പണം തരുന്ന ഒരു ചേട്ടത്തിയാണ് നിന്റെ മദറിലോ എന്ന്. ശരിയാണത്. എൻ്റെ ജീവിത പങ്കാളിയുടെ അമ്മ 86 വയസ്സ് കഴിഞ്ഞിട്ടും പറ്റില്ലെങ്കിലും, ശാരീരികമായ ഒരുപാട് അസ്വസ്ഥതകളുണ്ട്, എത്ര പറ്റില്ലെങ്കിലും മരിച്ചവർക്ക് വേണ്ടി കുർബാന അർപ്പിക്കുന്ന ദിവസങ്ങളിലെല്ലാം ഈ അമ്മ വണ്ടി വിളിച്ചാണെങ്കിലും പള്ളിയിൽ പോകും. ഈ തലമുറയിലും കഴിഞ്ഞ തലമുറയിലുമുള്ള 2 കുടുംബങ്ങളിൽ നിന്ന്, അതായത് അമ്മയുടെയും അപ്പച്ചൻ്റെയും കുടുംബങ്ങളിൽ നിന്ന് മരിച്ചുപോയ ഓരോരുത്തരുടെയും മരണ ദിവസം ഓർത്തു വെച്ച് കുർബാനയ്ക്ക് പൈസ കൊടുക്കും. പള്ളിയിൽ പോയി അവർക്കായി ബലിയർപ്പണത്തിൽ പങ്കെടുത്ത അമ്മ പ്രാർത്ഥിക്കുകയും ചെയ്യും. അതിൻ്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ ഈ നാളുകളിലെല്ലാം ഞങ്ങളുടെ കുടുംബത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നത് ഞാൻ ഈ സമയം നന്ദിയോടെ ഓർക്കുകയാണ്. നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയവർക്ക് വേണ്ടിയും ആരാരും പ്രാർത്ഥിക്കാനില്ലാതെ ശുദ്ധീകരണ സ്ഥലത്ത് സങ്കടം അനുഭവിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടിയുമൊക്കെ നമ്മൾ ഏറെ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. ഈ ശുദ്ധീകരണ ആത്മാക്കൾ, അവർക്കായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ശുദ്ധീകരണ കാലാവധി അവർ നമുക്ക് കുറച്ച് തരുമെന്നാണ് പറയുന്നത്. അതെങ്ങനെയാണെന്ന് ഞാനൊന്ന് പറയാം. ശുദ്ധീകൃത ആത്മാക്കൾ തങ്ങളെ സഹായിക്കുന്നവരുടെ ശുദ്ധീകരണ കാലയളവ് ഹ്രസ്വവും ലളിതവുമാക്കും. സാധിക്കുമെങ്കിൽ പൂർണ്ണമായി ഒഴിവാക്കുന്നതിനും അവർ ശ്രമിക്കും എന്നാണ് പറയുന്നത്. ഡൊമിനിക്കൻ സഭാംഗമായ മാസിയാസിലെ വാഴ്ത്തപ്പെട്ട ജോണിന് ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളോട് പ്രത്യേക ഭക്തിയുണ്ടായിരുന്നു. അദ്ദേഹം തൻ്റെ പ്രാർത്ഥന വഴി, പ്രത്യേകിച്ച് ജപമാല പ്രാർത്ഥന വഴി 14 ലക്ഷം ആത്മാക്കളെയാണ് ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് മോചിപ്പിച്ചത്.
അതുകൊണ്ട് മക്കളെ, നമ്മൾ ജപമാല ചൊല്ലുന്ന സമയത്തൊക്കെ എത്രയൊക്കെ നിയോഗങ്ങൾ നിങ്ങൾ വെച്ചാലും അതിലൊരു നിയോഗം ശുദ്ധീകരണ സ്ഥലത്ത് സങ്കടം അനുഭവിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടിയും നമ്മുടെ കുടുംബത്തിൽ നിന്നൊക്കെ മരിച്ചുപോയ പൂർവികർക്ക് വേണ്ടിയൊക്കെ നമ്മൾ ഒരു നിയോഗം അത് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം കേട്ടോ, ജപമാലയിലൊക്കെ. അപ്പോൾ ഇങ്ങനെ ഈ വിശുദ്ധൻ 14 ലക്ഷം ആത്മാക്കളെയാണ് ജപമാല പ്രാർത്ഥനയിലൂടെ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് മോചിപ്പിച്ചത്. ഇതിന് പ്രത്യുപകാരമായി അവർ അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് അത്യത്ഭുതകരമായ അനുഗ്രഹങ്ങൾ നേടിക്കൊടുക്കുകയും മരണവേളയിൽ അദ്ദേഹത്തെ ആശ്വസിപ്പിച്ച് സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുകയും ചെയ്തു. ഇത് സ്ഥിരീകരിക്കപ്പെട്ട ഒരു സത്യമായി സഭ അംഗീകരിക്കുകയും വാഴ്ത്തപ്പെട്ടവനായി അദ്ദേഹത്തെ ഉയർത്തുന്ന പ്രഖ്യാപനത്തിൽ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളതാണ്. പണ്ഡിതനായ കർദിനാൾ ബരോനിയസിനും സമാനമായ ഒരനുഭവമുണ്ട്. ഒരിക്കൽ ഈ കർദിനാൾ മരണാസന്നനായ ഒരു വ്യക്തിയെ സഹായിക്കാൻ ചെന്നപ്പോൾ ശുദ്ധീകൃത ആത്മാക്കളുടെ ഒരു ഗണം ആശ്വസിപ്പിക്കുന്നതിനും അദ്ദേഹത്തെ നശിപ്പിക്കാൻ അവസാനത്തെ പരിശ്രമം എന്ന നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അശുദ്ധാത്മാക്കളെ തുരത്തുന്നതും കാണുകയുണ്ടായി. അവർ ആരാണ് എന്ന് കർദിനാൾ അന്വേഷിച്ചപ്പോൾ ആ മനുഷ്യൻ മോചിപ്പിച്ച 8000 ആത്മാക്കളാണ് അവരെന്ന് മറുപടി ലഭിച്ചു. ഒരു നിമിഷം പോലും ശുദ്ധീകരണ സ്ഥലത്ത് കഴിയാതെ നേരെ സ്വർഗത്തിലേക്ക് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടു പോകാൻ ദൈവം തങ്ങളെ അയച്ചതാണെന്നും അവർ പറഞ്ഞു. വിശുദ്ധ ജർദ്രൂദ് മരിക്കാറായപ്പോൾ പിശാച് അവളെ കഠിനമായി പരീക്ഷിച്ചു എന്ന് ചരിത്രത്തിൽ പറയുന്നുണ്ട്. പിശാച് നമ്മുടെ അന്ത്യവിനാഴികയിൽ പ്രയോഗിക്കാൻ വളരെ ശക്തമായ പ്രലോഭനങ്ങളാണ് കരുതി വച്ചിരിക്കുന്നത്. വിശുദ്ധയെ കീഴ്പ്പെടുത്താൻ മറ്റു മാർഗങ്ങൾ കാണാതിരുന്നതിനാൽ അവളുടെ മനസ്സമാധാനം നഷ്ടപ്പെടുത്താൻ വേണ്ടി അവളോട് പറഞ്ഞുവത്രേ, അവൾ ശുദ്ധീകരണ സ്ഥലത്തിലെ ഭയാനകമായ അഗ്നിയിൽ ദീർഘനാൾ കിടക്കേണ്ടി വരുമെന്ന്. കർത്താവാകട്ടെ അവളെ സഹായിക്കാൻ തൻ്റെ മാലാഖമാരെയോ അവൾ മോചിപ്പിച്ച ആയിരക്കണക്കിന് ആത്മാക്കളെയോ അയക്കുന്നതിൽ തൃപ്തനാവാതെ നേരിട്ട് വന്ന് വിശുദ്ധയെ ആശ്വസിപ്പിക്കുകയും പിശാചിനെ തുരത്തുകയും ചെയ്തു എന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി വിശുദ്ധ ചെയ്തവയ്ക്ക് പ്രത്യുപകാരമായി അവളുടെ സുഹൃതങ്ങൾ 100 ഇരട്ടിയായി വർദ്ധിപ്പിക്കുമെന്നും നേരെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുമെന്നും അവിടുന്ന് അവളോട് പറഞ്ഞു. അതുപോലെ ഡൊമിനിക്കൻ സഭാംഗമായ വാഴ്ത്തപ്പെട്ട ഹെൻറി സൂസോ തൻ്റെ സഭയിലെ ഒരു സഹോദരനുമായി ഒരു ഉടമ്പടി ചെയ്തു. അവരിൽ ആദ്യം മരിക്കുന്നയാൾക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്നയാൾ ആഴ്ചയിൽ 2 കുർബാന ചൊല്ലുകയും മറ്റു പ്രാർത്ഥനകൾ അർപ്പിക്കുകയും വേണം എന്നായിരുന്നു ആ ഉടമ്പടി. അദ്ദേഹത്തിൻ്റെ സഹോദരനാണ് ആദ്യം മരിച്ചത്. അതുകൊണ്ട് വാഴ്ത്തപ്പെട്ട ഹെൻറി ഉടമ്പടി ചെയ്തിരുന്ന പോലെ വളരെ നീണ്ടകാലം കുർബാനയും മറ്റു പ്രാർത്ഥനകളും ചൊല്ലി കാഴ്ചവെച്ചു. തൻ്റെ സുഹൃത്ത് സ്വർഗത്തിൽ എത്തിച്ചേർന്നിരിക്കുമെന്ന് കരുതി തൻ്റെ പ്രാർത്ഥന അവസാനിപ്പിച്ചു. എന്നാൽ ഒരു ദിവസം മരിച്ചുപോയ ആത്മാവ് വളരെ വേദന അനുഭവിക്കുന്ന വിധത്തിൽ പ്രത്യക്ഷപ്പെട്ട് വാഗ്ദാനം ചെയ്തിരുന്ന കുർബാന അർപ്പിക്കാത്തതിനെക്കുറിച്ച് കുറ്റപ്പെടുത്തിയപ്പോൾ അദ്ദേഹം ഏറെ ദുഃഖിക്കുകയും ആശ്ചര്യപ്പെടുകയും ചെയ്തു. കുർബാന ചൊല്ലുന്നത് തുടരാതിരുന്നത് ഇതിനകം സ്നേഹിതൻ സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കുമെന്നു കരുതിയാണ് എന്നും എന്നാൽ തൻ്റെ പ്രാർത്ഥനയിൽ എപ്പോഴും സ്നേഹിതനെ ഓർത്തിരുന്നുവെന്നും അതീവ ദുഃഖത്തോടെ അദ്ദേഹം സ്നേഹിതനോട് പറഞ്ഞു. ഓ എൻ്റെ സ്നേഹിതൻ ഹെൻറി, ദയവായി എനിക്ക് വേണ്ടി കുർബാന അർപ്പിക്കുക. കാരണം ക്രിസ്തുവിൻ്റെ രക്ഷാകരമായ രക്തമാണ് എനിക്കിപ്പോൾ ഏറെ ആവശ്യമെന്ന് പറഞ്ഞ് ആ വേദനിക്കുന്ന ആത്മാവ് വിലപിച്ചു. വാഴ്ത്തപ്പെട്ട ഹെൻറി സ്നേഹിതനു വേണ്ടിയുള്ള കുർബാന അർപ്പണവും മറ്റു പ്രാർത്ഥനകളും പുനരാരംഭിച്ചു. സ്നേഹിതൻ സ്വർഗപ്രാപ്തനായി എന്ന ഉറപ്പു വന്നതിന് ശേഷമാണ് അദ്ദേഹം തൻ്റെ പ്രാർത്ഥന നിർത്തിയത്. പിന്നീട് താൻ മോചിപ്പിച്ച സഹോദരനിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത അളവിലും സമയങ്ങളിലും വളരെയേറെ അനുഗ്രഹങ്ങൾ സ്വീകരിക്കുന്നതിന് അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ പല വീഡിയോകളിലായി നിരന്തരം ഞാനിത് പറയുന്നത് എനിക്കിതിൻ്റെ പ്രാധാന്യം എത്രത്തോളം എന്ന് മനസ്സിലായതുകൊണ്ടാണ്. ഞാൻ നിങ്ങളോട് കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഞാനിപ്പോൾ വായിച്ചു കൊണ്ടിരുന്ന ഒരു പുസ്തകമായിരുന്നു വായിക്കൂ അല്ലെങ്കിൽ വിലപിക്കും എന്ന ഫാദർ പോൾ സള്ളിവൻ അച്ഛൻ്റെ ഒരു പുസ്തകം. ഈ പുസ്തകം വായിച്ചപ്പോൾ എനിക്കൊരുപാട് നല്ല ബോധ്യങ്ങൾ കിട്ടി. ഇത്രയും കാലം ഞാൻ ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി
എത്രത്തോളമാണോ പ്രാർത്ഥിച്ചിരുന്നത് അതിനേക്കാൾ ഏറെ ഈ ഒരു പുസ്തകം വായിച്ചതിന് ശേഷം ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. അതുകൊണ്ട് നിങ്ങളും എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്ന കൊച്ചു കൊച്ചു ജോലികൾ പോലും ശുദ്ധീകരണാത്മാക്കളുടെ മോചനത്തിനായിട്ട് കാഴ്ചവെച്ച് നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. നമ്മുടെ എല്ലാ പ്രാർത്ഥനയിലും ഒരു നിയോഗം നമുക്ക് അവരെ കൂടി ചേർത്ത് വയ്ക്കാം.